അസ്സലാമലൈക്കും. അർഷാദേ, നിന്റെ പവർ ബാങ്കിന്റെ നീ കേടുവെന്ന് പറഞ്ഞ് മാറ്റി വെച്ച പവർ ബാങ്ക് ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തുകൊണ്ടുവന്നിട്ട് അത് പൊളിച്ചു നോക്കുമുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഞാനവിടെ വിവരിക്കുന്നത്. ഇതാണ് പവർ ബാങ്കിന്റെ ഉൾഭാഗം. ഇതില് മൊത്തത്തിൽ 4 ബാറ്ററിയാണ് ഉണ്ടായിരുന്നത്. 1, 2, 3, 4 ബാറ്ററിയാണ് ഉള്ളത്. 4 ബാറ്ററിയില് ആകെ ഒരു ബാറ്ററിയിൽ മാത്രമേ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ. എന്താ നല്ല ഉഷാറായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 4 ബാറ്ററിയിൽ ഒന്നിന് മാത്രം. വേറെ 3 ബാറ്ററിയും കണക്ഷൻ കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു ബന്ധവും ഇതിലോട്ട് കാണുന്നില്ല. ഒറ്റ ബന്ധമില്ല ഇതില്. ഇതാ അതില് സോൾഡറിങ്ങിന്റെയോ അല്ലെങ്കിൽ വയർ കൊടുത്തതിന്റെയോ ഒരു ഇതില്ല. ഇത് കാണുമ്പോ തന്നെ ഒരു വ്യാജ ബാറ്ററിയുടെ ഒരു അവസ്ഥ ഇതിൽ കാണുന്നുണ്ട്. കാരണം ഇതാണ് ഒറിജിനൽ ബാറ്ററി. ഇത് വേറെ ഒരു ഈ ടോർച്ചിന്റെ ബാറ്ററിയാണ്. ഈ ടോർച്ചിലുണ്ടായിരുന്ന ബാറ്ററി ഞാൻ ഇതിന് ഊരിയെടുത്തതായിരുന്നു. ഇതാണ് ഒറിജിനൽ ബാറ്ററി. ഇതിന്റെ ഇത് കാണുമ്പോ, ഈ സാധനങ്ങൾ കാണുമ്പോ ഒറിജിനൽ ബാറ്ററിയും ഇതും തമ്മിൽ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. ഇത് ഒറിജിനൽ ബാറ്ററി, ഇത് ഈ ബാറ്ററിയാണ് കാണുന്നത്. ഞാനിപ്പോ ഈ ബാറ്ററിന്റെ ഉള്ളിൽ എന്തായിരിക്കും, ഇത് ശരിയായ ബാറ്ററി ആണോ പരിശോധിക്കാൻ വേണ്ടി ഞാനിത് പൊളിച്ചു നോക്കിയപ്പോ കണ്ടെന്ന് വെച്ചാൽ അതിലേറെ രസകരമായ കാര്യമാണ്. അതായത് ഞാനിങ്ങനെ തുറന്ന് ഈ സാധനം എടുത്ത് തുറന്ന് ഞാൻ നോക്കിയപ്പോ ഇതിൽ ഞാൻ കുഞ്ഞുകൂടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ ഈ സാധനം തുറന്നു നോക്കുമ്പോ അനിയനിക്ക് പറഞ്ഞു കൊടുക്കണേ. ഇത് ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് അവസ്ഥ, ഈ ബാറ്ററിന്റെ ഉള്ളിൽ കാണുന്ന മണല് ചൈനീസ് മണലാണ് വീടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാറ്ററിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. നമ്മൾ സാധാരണഗതിയിൽ ബാറ്ററിന്റെ ഉള്ളിലുണ്ടാകുന്ന കാര്യമൊന്നുമല്ല, ശരിക്കും ഒറിജിനൽ മണലാണ് കണ്ടിരിക്കുന്നത്. നല്ല മണലെന്ന് പറഞ്ഞാൽ കടലോരത്തുനിന്ന് വാരിയ മണൽ പോലെ. അതില് കക്കൻ്റെ ഉണ്ട്, അല്ലാത്തൊക്കെ ഉണ്ട്. അപ്പൊ സംഗതി എന്താണ്, ഒരു ബാറ്ററി മാത്രമേ ഉള്ളൂ. അത് വിലക്കുറവില് നമുക്ക് ഈ ചുളിവ് ഓൺലൈൻ വഴി കിട്ടുന്ന ഈ സാധനത്തിന്റെ സ്ഥിതി ഇതാണെന്ന് പറയാം. ശരി, അസ്സലാമു അലൈക്കും.